അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ എന്ന മഹാസൗഭാഗ്യം ലഭിക്കാത്ത 5 വിഭാഗം മോശപ്പെട്ട ആളുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നാം എല്ലാവരും വിശുദ്ധ റമദാനിലെ ഏറ്റവും പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മാസത്തിൻ്റെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. എന്നാൽ റമദാനിലെ അവസാന 10 ഒറ്റയൊറ്റ രാവുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രാത്രിയുണ്ട്, ലൈലത്തുൽ ഖദർ അഥവാ നിർണയത്തിൻ്റെ രാവ്. വിശുദ്ധ ഖുർആൻ ഈ രാത്രിയെക്കുറിച്ച് പറയുന്നത് 1000 മാസങ്ങളെക്കാൾ ഉത്തമമാണ് എന്നാണ്. അതായത് ഒരു മനുഷ്യൻ്റെ ആയുഷ്കാലം മുഴുവൻ ചെയ്യുന്ന ആരാധനകളെക്കാൾ പ്രതിഫലം ഈ ഒരൊറ്റ രാത്രിയിലെ ആത്മാർത്ഥമായ പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും വിശ്വാസിക്ക് നേടിയെടുക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ കാരുണ്യവും പാപമോചനവും മലക്കുകളുടെ സാന്നിധ്യവും ഭൂമിയിൽ വർഷം പോലെ ചൊരിയപ്പെടുന്ന അതിമഹത്തായ രാത്രിയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ആരെങ്കിലും ലൈലത്തുൽ ഖദർ ഈമാനോടുകൂടെയും പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും നമസ്കരിക്കുകയാണെങ്കിൽ അവൻ്റെ മുൻകാല പാപങ്ങൾ അള്ളാഹു പൊറുക്കപ്പെടും എന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത്രയേറെ മഹത്വമുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യം അളവറ്റ രീതിയിൽ പെയ്തിറങ്ങുന്ന ഈ രാത്രിയിൽ പോലും ആ കാരുണ്യത്തിന് അർഹരാകാത്ത അള്ളാഹുവിൻ്റെ പാപമോചനം തടയപ്പെട്ട നിർഭാഗ്യവാന്മാരായ ചില ആളുകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള 5 വിഭാഗം ആളുകളെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ പുണ്യരാത്രിയെ നാം പ്രതീക്ഷിക്കുമ്പോൾ നാം ഈ 5 കൂട്ടരിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് സ്വയം വിചാരണ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരുണ്യം തടയപ്പെട്ട ഒന്നാമത്തെ വിഭാഗം മുശ്രിക്കാണ്, അതായത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവർ. ഇസ്ലാമിൻ്റെ ആണിക്കല്ല് എന്നത് തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസമാണ്. ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന പൂർണ്ണമായ ബോധ്യം, അള്ളാഹുവിന് മാത്രം നൽകേണ്ട ആരാധനകളോ പ്രാർത്ഥനകളോ മറ്റാർക്കെങ്കിലും നൽകുകയോ അവൻ്റെ അധികാരങ്ങളിൽ മറ്റാരെയെങ്കിലും പങ്കു ചേർക്കുകയോ ചെയ്യുന്നത് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത ഏറ്റവും വലിയ പാപമാണ്. ശിർക്ക് ചെയ്യുന്ന ഒരാൾ എത്ര വലിയ ആരാധനകൾ റമദാനിൽ ചെയ്താലും അതിന് യാതൊരു ഫലവുമില്ല. അവരുടെ ഹൃദയം സത്യത്തിന് നേരെ കൊട്ടിയടക്കപ്പെട്ടതാണ്. അതിനാൽ ലൈലത്തുൽ ഖദറിൻ്റെ പവിത്രമായ പ്രകാശം ആ ഹൃദയങ്ങളിൽ പ്രവേശിക്കുകയില്ല. തൗഹീദ് ശുദ്ധമല്ലാത്ത ഒരാൾക്ക് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. രണ്ടാമത്തെ വിഭാഗം മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവരാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ ആരാധിക്കുക എന്ന കൽപ്പനയ്ക്ക് തൊട്ടു പിന്നാലെ പ്രധാന ലക്ഷ്യത്തോടെ പറയുന്നത് മാതാപിതാക്കളോട് നന്മ ചെയ്യുക എന്നതാണ്. അള്ളാഹുവിൻ്റെ പ്രീതി മാതാപിതാക്കളുടെ പ്രീതിയിലാണെന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം മാതാപിതാക്കളെ ദ്രോഹിക്കുകയോ അനാദരിക്കുകയോ അവർക്ക് വേദനയുണ്ടാക്കുകയോ ചെയ്യുന്ന മക്കൾക്ക് അള്ളാഹുവിൻ്റെ ശാപമാണ് ഉണ്ടാവുക. മാതാപിതാക്കൾ മക്കളോട് പിണങ്ങിയിരിക്കുമ്പോഴോ മക്കളുടെ പെരുമാറ്റം കാരണം അവർ കണ്ണീർ വാർക്കുമ്പോഴോ ആ മക്കൾ ലൈലത്തുൽ ഖദറിൽ എന്തു തന്നെ പ്രാർത്ഥിച്ചാലും അത് അള്ളാഹു സ്വീകരിക്കപ്പെടുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവന് സ്വർഗം നിഷിദ്ധമാണെന്ന്. അതിനാൽ സഹോദരങ്ങളെ, ഈ പുണ്യരാവിനെ പ്രതീക്ഷിക്കുന്നവർ മാതാപിതാക്കളോട് മാപ്പ് ചോദിക്കുകയും അവരുടെ പ്രീതി പിടിച്ചുപറ്റുകയും ചെയ്യേണ്ടത് നിർബന്ധമായ ഒരു കാര്യമാണ്. കാരുണ്യം തടയപ്പെട്ട മൂന്നാമത്തെ വിഭാഗം കുടുംബബന്ധം മുറിക്കുന്നവരാണ്. ഇസ്ലാം കുടുംബബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്നുണ്ട്. രക്തബന്ധമുള്ളവരുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് തടയപ്പെടാൻ കാരണമാകും. അള്ളാഹുവിൻ്റെ റഹ്മാൻ എന്ന നാമത്തിൽ നിന്നാണ് കുടുംബബന്ധം റഹിം എന്ന വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത്. അതിനാൽ കുടുംബബന്ധം മുറിക്കുന്നവന് അള്ളാഹുവുമായുള്ള ബന്ധമാണ് മുറിഞ്ഞു പോകുന്നത്. സഹോദരങ്ങളോടും മറ്റു അടുത്ത ബന്ധുക്കളോടും സ്വത്ത് തർക്കത്തിൻ്റെയോ മറ്റു നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ബന്ധം മുറിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കാതെ നടക്കുക എന്നത്, അവരുമായുള്ള പിണക്കം വർഷങ്ങളോളം തുടരുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ കുറ്റമാണ്. ഇങ്ങനെയുള്ളവർ ലൈലത്തുൽ ഖദറിൽ എത്രയൊക്കെ കരഞ്ഞു പ്രാർത്ഥിച്ചാലും കുടുംബ ബന്ധങ്ങളോടുള്ള വെറുപ്പ്, വിദ്വേഷം അവരുടെ ഹൃദയത്തിൽ ഉള്ളിടത്തോളം കാലം അള്ളാഹുവിൻ്റെ പ്രത്യേക കാരുണ്യം അവർക്ക് ലഭിക്കുകയില്ല. നാലാമത്തെ വിഭാഗം മദ്യപാനിയാണ്. ലഹരി ഉപയോഗിക്കുന്നത് ഇസ്ലാമിൽ കടുത്ത ഹറാമാണ്. മദ്യം എല്ലാ തിന്മകളുടെയും മാതാവായാണ്
വിശേഷിപ്പിക്കപ്പെടുന്നത്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ചിന്താശേഷിയും വിവേചന ശക്തിയും നഷ്ടപ്പെടുന്നു. അവൻ മൃഗതുല്യനായിത്തീരുന്നു. മദ്യപാനത്തിൽ നിന്ന് മുഴുകിയിരിക്കുന്ന അല്ലെങ്കിൽ ലഹരിക്കടിമപ്പെട്ട ഒരാളുടെ പ്രാർത്ഥനകൾ 40 ദിവസത്തേക്ക് സ്വീകരിക്കുകയില്ലെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിനാൽ വിശുദ്ധ റമളാനിൽ പോലും ലഹരി ഉപയോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാത്ത ഒരാൾക്ക് ലൈലത്തുൽ ഖദറിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയില്ലെന്ന് മാത്രമല്ല, അവൻ അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായിത്തീരുകയും ചെയ്യും. അഞ്ചാമത്തെ അവസാനത്തെ വിഭാഗം പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്തുന്നവരാണ്. സത്യവിശ്വാസികൾ തമ്മിൽ ഐക്യവും സ്നേഹവും നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. മുസ്ലിം സഹോദരങ്ങളോട് ഹൃദയത്തിൽ വിദ്വേഷ, അസൂയ, പക, ചതി തുടങ്ങിയവ വെച്ച് പുലർത്തുന്നവർക്ക് ലൈലത്തുൽ ഖദറിൻ്റെ ഫലം ലഭിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ബറാഅത്ത് രാവ്, ലൈലത്തുൽ ഖദർ തുടങ്ങിയ പുണ്യ സമയങ്ങളിൽ അള്ളാഹു അടിമകൾക്ക് പുതുമാപ്പ് നൽകാറുണ്ട്. എന്നാൽ പരസ്പരം പിണങ്ങി നിൽക്കുന്ന, വിദ്വേഷം വെച്ച് പുലർത്തുന്ന 2 വിശ്വാസികളുടെ കാര്യത്തിൽ അള്ളാഹു മലക്കുകളോട് പറയും, അവർ രണ്ടാളും രമ്യതയിലാകുന്നതുവരെ അവരുടെ കാര്യം മാറ്റിവെക്കുക. ഹൃദയത്തിൽ സഹോദരനോട് പകയുള്ള ഒരാളുടെ ദുആകൾ ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുകയില്ല. അതിനാൽ ലൈലത്തുൽ ഖദറിൻ്റെ അമൂല്യമായ നേട്ടം കൈവരിക്കണമെങ്കിൽ ഹൃദയം ശുദ്ധമാക്കുകയും മറ്റുള്ളവരോടുള്ള പകയും വിദ്വേഷവും നീക്കം ചെയ്യുകയും വേണം. പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ കാര്യങ്ങൾ കേവലം ഒരു പ്രസംഗമല്ല, മറിച്ച് നമ്മുടെ പരലോക ജീവിതത്തെ ബാധിക്കുന്ന ഗൗരവകരമായ യാഥാർത്ഥ്യങ്ങളാണ്. ലൈലത്തുൽ ഖദർ എന്നത് കേവലം ഒരു രാത്രിയിലെ ഉറക്കമൊഴിക്കലല്ല, മറിച്ച് അത് ഹൃദയ ശുദ്ധീകരണത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും പാതയാണ്. മുകളിൽ പറഞ്ഞ 5 കാര്യങ്ങൾ, ശിർക്ക്, മാതാപിതാക്കളോടുള്ള അനാദരവ്, കുടുംബബന്ധം മുറിക്കൽ, മദ്യപാനം, വിശ്വാസികളോടുള്ള വിദ്വേഷം, ഇവയെല്ലാം നമ്മുടെ ഹൃദയത്തെ കടുപ്പമുള്ളതാക്കുകയും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്ന വൻ പാപങ്ങളാണ്. ഈ തിന്മകളിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ആ രാത്രിയെ കണ്ടെത്താനോ അതിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാനോ നമുക്ക് കഴിയില്ല. ലൈലത്തുൽ ഖദറിനെ യഥാർത്ഥത്തിൽ അർഹിക്കാൻ ഈ വലിയ പാപങ്ങളിൽ നിന്ന് നാം പൂർണ്ണമായും അകന്നു നിൽക്കണം. സംഭവിച്ചു പോയ തെറ്റുകൾ അള്ളാഹുവിനോട് പശ്ചാത്താപം ചെയ്യണം. ഇനി ഒരിക്കലും അത് ആവർത്തിക്കുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയും വേണം. മനുഷ്യരുമായി ബന്ധപ്പെട്ട തെറ്റുകളുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിച്ച് ബന്ധങ്ങൾ നന്നാക്കേണ്ടത് ഈ രാത്രിയുടെ ഫലം ലഭിക്കാൻ അത്യന്താപേക്ഷിതമാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ. കാരുണ്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ആ 5 വിഭാഗങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.